ഹരേ കൃഷ്ണ. നമ്മുടെ നാരായണീയ പഠനത്തിൻ്റെ ദശകം 1 ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും അതിൻ്റെ 6ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതിനു മുമ്പ് നമ്മളുടെ നാരായണീയ പഠനത്തിൻ്റെ ഇതുവരെ ഇട്ട എല്ലാ വീഡിയോസും ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി നാരായണീയ പഠനം എന്ന പേരിൽ യൂട്യൂബിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നാരായണീയം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇട്ട നാരായണീയ ക്ലാസ്സുകളെല്ലാം 1 by 1 ആയിട്ട് ഓർഡറിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഈസി ആയിട്ടെടുത്ത് പഠിക്കാവുന്നതും വായിക്കാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് 6ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം ലാവണ്യസൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാ നിലയനമൃതസ്യന്ത സന്തോഹമന്ദഃ സിഞ്ചസഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം. തത് പ്ലസ് തേ, ഇതാണ് തത്തേ. പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം, അത് വലിയൊരു സമസ്ത പദമാണ്. ലാവണ്യസ്യ പ്ലസ് ഏകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീനി ശങ്കലീലാ നിലയനം പ്ലസ് അമൃതസ്യന്ത സന്തോഹം പ്ലസ് അന്തഃ സിഞ്ചത് സഞ്ചിന്തകാനാം വപുഹു പ്ലസ് അനുകലയേ മാരുതാകാരനാഥ. അത് കഴിഞ്ഞിട്ട് എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്, സംബോധനാരൂപം. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി 6ാമത്തെ ശ്ലോകത്തിൻ്റെ പദച്ഛേദം നമുക്ക് നോക്കാം. പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം, ഇതൊരു സമസ്ത പദമാണെന്ന് പറഞ്ഞല്ലോ. പ്രത്യഗ്ര ധാര ധര ലളിത കളായ ആവലി കേളികാരം. ഏകസാരം ഏകസാരം സുകൃതി ജനദൃശാം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം പൂർണ്ണ പുണ്യ അവതാരം ലക്ഷ്മീനി ശങ്കലീലാ നിലയനം ലക്ഷ്മീ നിശങ്ക ലീലാ നിലയനം അമൃതസ്യന്ത സന്തോഹം അമൃത സ്യന്ത സന്തോഹം മാരുതാകാരനാഥ മാരുത ആകാരനാഥ. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദവും കഴിഞ്ഞു. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കൂടി ഒന്ന് നോക്കാം. അല്ലയോ എൻ്റെ ഗുരുവായൂരപ്പ, പുത്തൻ കാർമേഹത്തിൻ്റെയും മനോഹരമായ കായാമ്പുവൻ കൂട്ടത്തിൻ്റെയും കേളിയാട്ടം കാട്ടുന്നതും സൗന്ദര്യ സാരാംശവും പുണ്യം ചെയ്തവരുടെ കണ്ണുകൾക്ക് പൂർണ്ണ പുണ്യാവതാരവും ഐശ്വര്യദേവതയുടെ അതായത് ലക്ഷ്മി ദേവിയുടെ നിർവിഘ്നമായ ലീലാവിലാസങ്ങൾക്ക് രംഗവും ഭഗവത് സ്വരൂപത്തെ ഉപാസിക്കുന്ന ജനങ്ങൾക്ക് ബ്രഹ്മാനന്ദ രസപ്രവാഹ വർഷവുമായി ഇരിക്കുന്ന ആ ശുദ്ധ തത്വമയമായ ദിവ്യമംഗള വിഗ്രഹത്തെ ഞാൻ സദാ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഭട്ടതിരിപ്പാട് അർത്ഥമാക്കിയത്. ഹരി ഓം, ഹരേ കൃഷ്ണ.